Glycogen is stored in the body in the form of dash. Answer is hydrous. Glycogen ബോഡിയിൽ എന്ത് ഫോമിലാണ് സൂക്ഷിക്കുന്നത്? ഹൈഡ്രസ് ഫോമിലാണ് ഗ്ലൈക്കജനെ ബോഡി കീപ്പ് ചെയ്യുന്നത്. Most important trace element in the wound healing is? Answer is zinc. Zinc ആണ് മെയിൻ ആയിട്ട് ഉള്ള ഒരു ട്രേസ് എലമെന്റ് wound healingനെ ഹെൽപ്പ് ചെയ്യുന്നത്. Simplest amino acid is? Answer is glycine. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണ്? ഉത്തരം ഗ്ലൈസിൻ ആണ്. ഗ്ലൈസിൻ നമുക്ക് കിട്ടുന്നത് മീറ്റ്, ഫിഷ്, ഡയറി, ലെഗ്യൂംസ് ഇതുവഴിയാണ് ഗ്ലൈസിൻ നമ്മുടെ ബോഡിയിൽ എത്തുന്നത്. 14th question. Two amino acids are joined by dash bond. Answer is peptide bond. Peptide bond വെച്ചിട്ടാണ് രണ്ട് അമിനോ ആസിഡിനെ ജോയിന്റ് ചെയ്യുന്നത്. The non-amino acid part of conjugated protein is prosthetic group. Conjugated proteinലെ non-amino acid പാർട്ടിനെ പറയുന്ന പേരാണ് prosthetic group. Dash is used to determine the isoelectric point of protein. Answer is isoelectric focusing. Isoelectric focusing ആണ് isoelectric point of protein determine ചെയ്യുന്നത്. Isoelectric point എന്ന് വെച്ചാൽ മോളിക്യൂൾസിനെ ഇലക്ട്രിക് ചാർജ് ഇല്ലാത്ത ആ ഒരു അവസ്ഥനെ പറയുന്നതാണ്. Alpha keratin is a form of dash protein. Answer is fibrous. Alpha keratin എന്ന് പറയുന്നത് ഫൈബ്രസ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആൽഫ കെരാറ്റിൻ എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ഹെയറിൽ, നെയിലിൽ, ക്ലൗസിൽ, ഹോൺസിൽ ഇതിലൊക്കെയാണ് ആൽഫ കെരാറ്റിൻ പ്രസന്റ് ആയിരിക്കുന്നത്. ആൽഫ കെരാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഫൈബ്രസ് പ്രോട്ടീനും കൂടിയാണ്. 18th question. If a carbonyl group is at end of carbon chain, the monosaccharide is called aldose. കാർബൺ ചെയിനിന്റെ എൻഡിൽ കാർബണിൽ ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ അതിനെ aldose എന്ന് പറയും. If a carbonyl group is at the position of carbon chain, the monosaccharide is ketose. കാർബൺ ചെയിനിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വെച്ച് കാർബണിൽ ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കുകയാണെങ്കിൽ ആ മോണോസാക്കറൈഡിനെ പറയുന്ന പേരാണ് കീറ്റോസ്. 20th question. Inulin is a polymer of? Answer is fructose. Inulin എന്നുള്ളത് ഫ്രക്ടോസിന്റെ ഒരു പോളിമർ ആണ്. 21st question. Synthesizing glucose from non-carbohydrates precursor is called gluconeogenesis. Gluconeogenesis എന്നുള്ളത് നോൺ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്നതിനെയാണ്. The enzyme that catalyze cleavages are lysases. Lysase enzymes ആണ് എന്ത് ക്ലീവേജിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. Vitamin B12 can be synthesized by microorganism. Vitamin B12 സിന്തസൈസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസം ആണ്. ഇതിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് അനീമിയ വരുന്നത്. ഇത് ബോഡി സ്വന്തമായി ക്രിയേറ്റ് ചെയ്യില്ല. നമുക്ക് ഔട്ട്സോഴ്സിൽ നിന്നാണ് വൈറ്റമിൻ B12 നമ്മുടെ ബോഡിയിൽ എത്തുന്നത്. നേറ്റീവ് സുക്രോസിസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. നേറ്റീവിൽ കാണുന്ന സുക്രോസ് എല്ലാതും ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. Dextrins are the breakdown product of dash. Answer is starch. Dextrin എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് സ്റ്റാർച്ച്.